അമേരിക്കയുമായുള്ള സാമ്പത്തിക ബന്ധം ദൃഢതയില്ലാത്തതായി മാറിയിരിക്കുകയാണെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. പതിറ്റാണ്ടുകളായുള്ള പങ്കാളിത്തത്തിന് ശേഷമാണ് ഇത്തരമൊരു സാഹചര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാനഡയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞായറാഴ്ച പുറത്തുവിട്ട 10 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലാണ് മാർക്ക് കാർണി ഈ പരാമർശങ്ങൾ നടത്തിയത്. ഏതെങ്കിലും ഒരു രാജ്യത്തെ അമിതമായി ആശ്രയിക്കുന്ന രീതിയിൽ നിന്ന് കാനഡ മാറി ചിന്തിക്കണമെന്ന സൂചനയും അദ്ദേഹം വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ലോകം കൂടുതൽ അപകടകരവും വിഭജിക്കപ്പെട്ടതുമായിരിക്കുന്നു, കാർണി പറഞ്ഞു. അമേരിക്ക തങ്ങളുടെ വ്യാപാര സമീപനത്തിൽ വലിയ മാറ്റം വരുത്തിയിരിക്കുന്നുവെന്നും മഹാമാന്ദ്യത്തിന് ശേഷം രാജ്യം കണ്ടിട്ടില്ലാത്ത വിധം ഉയർന്ന നിരക്കിലാണ് അമേരിക്കൻ വ്യാപാര നികുതികളെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുമായുള്ള ബന്ധത്തിലൂടെ തങ്ങൾക്ക് ലഭിച്ചിരുന്ന പല കരുത്തുകളും ഇപ്പോൾ ദുർബലമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകരാജ്യങ്ങളുമായി നിലനിൽക്കുന്ന വ്യാപാര ബന്ധങ്ങളെ തകിടം മറിക്കുന്ന വിധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന ഇറക്കുമതി നികുതി വലിയ ഭീഷണിയായ സാഹചര്യത്തിലാണ് കാർണിയുടെ ഈ പ്രതികരണം എത്തുന്നത്. ഇന്നത്തെ സാഹചര്യം സവിശേഷമായി തോന്നാം, എന്നാൽ ഇതിനു മുമ്പും നാം ഇത്തരത്തിലുള്ള ഭീഷണികളെ നേരിട്ടിട്ടുണ്ട്. 1812 US അധിനിവേശത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മാർക്ക് കാർണി പറഞ്ഞു. ഈ മാസം ആദ്യം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കാർണിയുടെ ലിബറൽ പാർട്ടി പാർലമെന്റിൽ ഭൂരിപക്ഷം ഉറപ്പാക്കിയിരുന്നു. ഇത് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം പോലുള്ള പ്രധാന സാമ്പത്തിക വിഷയങ്ങളിൽ കൂടുതൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് കരുത്തു നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുനഃപരിശോധന ജൂലൈയിൽ നടക്കാനിരിക്കുകയുമാണ്. അതേസമയം US സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് വിധിച്ച് റദ്ദാക്കിയ ഇറക്കുമതി തീരുവകൾ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് തിരികെ നൽകുന്നതിനുള്ള നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ സജ്ജമാക്കിയ പുതിയ ഓൺലൈൻ സംവിധാനത്തിലൂടെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുമെന്നായിരുന്നു അറിയിപ്പ്. ട്രംപ് ഭരണകൂടം നിയമവിരുദ്ധമായി പിരിച്ചെടുത്ത ശതകോടിക്കണക്കിന് ഡോളർ പലിശ സഹിതം മടക്കി നൽകുന്ന നടപടി അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നികുതി തിരിച്ചടവായാണ് വിശേഷിക്കപ്പെടുന്നത്. 2025 ഏപ്രിലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഫെബ്രുവരി 20 സുപ്രീം കോടതി വിധിച്ചിരുന്നു. നികുതി നിശ്ചയിക്കാനുള്ള കോൺഗ്രസിന്റെ അധികാരത്തിൽ പ്രസിഡന്റ് അനാവശ്യമായി കടന്നുകയറിയതായി കോടതി നിരീക്ഷിച്ചു. അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം തെറ്റായി വ്യാഖ്യാനിച്ചാണ് ഈ തീരുവകൾ അടിച്ചേൽപ്പിച്ചതെന്ന് കോടതി കണ്ടെത്തിയതോടെയാണ് പണം മടക്കി നൽകാൻ വഴി തുറന്നത്. കണക്കുകൾ പ്രകാരം ഏകദേശം 3,30,000-ലധികം ഇറക്കുമതിക്കാർ ഈ തിരിച്ചടവിന് അർഹരാണ്. ഏകദേശം 5.3 കോടിയിലധികം ഷിപ്പിംഗുകളിൽ നിന്നായി സമാഹരിച്ച 16,600 കോടി ഡോളറോളം തുകയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് തിരികെ നൽകേണ്ടി വരിക. ഇതിനകം തന്നെ 56,497 ഇറക്കുമതിക്കാർ പണം സ്വീകരിക്കുന്നതിനായി ഇലക്ട്രോണിക് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്കായി മാത്രം പലിശ ഉൾപ്പെടെ ഏകദേശം 12,700 കോടി ഡോളർ ആദ്യഘട്ടത്തിൽ തന്നെ അനുവദിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഈ നികുതി തിരിച്ചടവ് സാധാരണ ഉപഭോക്താക്കൾക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഭൂരിഭാഗം കമ്പനികളും ഉയർന്ന നികുതി കാരണം ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടിയിരുന്നെങ്കിലും ലഭിക്കുന്ന റീഫണ്ട് ഉപഭോക്താക്കൾക്ക് നൽകണമെന്ന് നിയമമില്ല. എന്നാൽ ഇതിനെതിരെ കോസ്റ്റ്കോ പോലുള്ള വലിയ സ്ഥാപനങ്ങൾക്കെതിരെ നിയമപോരാട്ടം നടക്കുന്നുണ്ട്. അതേസമയം ഫെഡെക്സ് പോലുള്ള ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ കസ്റ്റംസിൽ നിന്ന് പണം ലഭിക്കുന്ന മുറയ്ക്ക് അത് ഉപഭോക്താക്കൾക്ക് കൈമാറുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എങ്കിലും ഈ മുഴുവൻ പ്രക്രിയയും പൂർത്തിയാകാൻ 2 മുതൽ 5 വർഷം വരെ എടുത്തേക്കാമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.